ശ്രീ പ്രമോദ് പുഴങ്കര, മുൻപൊരു ഗവർണർ ഇവിടെ സർക്കാർ ആശുപത്രികളിൽ നിന്ന് ഇൻഫെക്ഷൻ ബാധിച്ച് മരിച്ചുപോയി. ഒരു ഗവർണർ മരിച്ചിട്ട് പോലും ഇവിടെ രാജ്യം ഉണ്ടായില്ല. ഇപ്പോ ഒരു കുടുംബത്തിന്റെ മുഴുവൻ ആശ്രയം, അവളാണ് എല്ലാം എന്ന് പറയുന്ന ഒരു കുടുംബനാഥൻ, അമ്മയായിരുന്നു എല്ലാം എന്ന് പറയുന്ന 2 മക്കൾ, അങ്ങനെ കണ്ണീരിന്റെ ഒരു വലിയ കാണാക്കയത്തിൽ നിന്നുകൊണ്ടാണ് കേരളം ഈ ദുരന്തത്തെ ഉറ്റുനോക്കുന്നത്. ഇതിനോട് എങ്ങനെയാണ് ഈ സംവിധാനം പ്രതികരിക്കുന്നത് എന്ന് നോക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത് എന്ന് ഒരു മറുപടി ഇല്ലാതെ നിൽക്കുന്നത്. അപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ ജീവൻ 2 തട്ടുകളിൽ വെച്ച് നോക്കി അതിൽ ഏതിനു കനം ഏതിന് കനമില്ലായ്മ എന്ന് നമുക്ക് പറയാൻ കഴിയുമോ എന്നുള്ളതാണ്. ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് നമുക്കതിനെ രാഷ്ട്രീയമായി മാത്രം അളന്ന് മുന്നോട്ട് പോകാൻ കഴിയുമോ? വാസ്തവത്തിൽ കേരളത്തിലെ സർക്കാരും CPM സംഘടനയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മനുഷ്യരെല്ലാവരും ഉമ്മൻചാണ്ടി കാലവും പിണറായി കാലവും എന്നുള്ള തരത്തിൽ വേർതിരിച്ച് നിൽക്കുന്ന 2 ക്ലബ്ബുകളാണ് എന്നുള്ള മട്ടിലാണ്. അങ്ങനെയല്ല. പൗരസമൂഹം എന്ന് പറയുന്ന ഒരു പൗരസമൂഹത്തിനോട് ഒരു ജനാധിപത്യ സമൂഹത്തിൽ പൗരസമൂഹത്തിനോട് മറുപടി പറയാനും അവരോട് അക്കൗണ്ടബിലിറ്റിയുമുള്ളൊരു സംവിധാനമാണ് ഒരു ജനാധിപത്യ സമൂഹത്തിലെ സർക്കാർ. ഒന്ന് നോക്കൂ, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഗവർണർ മരിച്ചിട്ടുണ്ടോ ആയതുകൊണ്ട് ഞങ്ങളുടെ ഭരണകാലത്ത് ഇനി പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ മറ്റോ ഇവിടെ വന്ന് ആശുപത്രി കടന്ന് മരിച്ചാലേ ഞങ്ങൾ ഉത്തരം പറയേണ്ട കാര്യമുള്ളൂ എന്നുള്ള മട്ടിലൊക്കെ സംസാരിക്കുന്ന ഒരു സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങളോട് പരമപുച്ഛത്തിൽ പെരുമാറുന്ന ഒരു സർക്കാരാണ്. ഇപ്പോൾ ഇവർ പറയുന്ന പല കാര്യങ്ങളും 1950 മുതൽ ഇങ്ങോട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനത്തിൻ്റെ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ അതിലെ ഒരു ക്രമാനുഗതമായ മാറ്റങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. അത് മാതൃശിശു മരണ നിരക്കുകളെല്ലാം ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരുടെ ജീവന് യാതൊരു വിലയുമില്ലാത്ത വിധത്തിൽ ഈ നമ്മളുടെ സംവിധാനം, നമ്മുടെ ഈ നേരത്തെ മന്ത്രിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഈ സിസ്റ്റത്തെ നിയന്ത്രിക്കുകയും അതിനെ സാധാരണ മനുഷ്യരോട് അക്കൗണ്ടബിലിറ്റി ഉണ്ടാകുന്ന തരത്തിലുള്ള ഒന്നാക്കി മാറ്റുകയും ചെയ്യുന്നതിൽ സമ്പൂർണ്ണ പരാജയമാണ് ഇവരെന്നുള്ളതാണ്, ഈ രാഷ്ട്രീയ നേതൃത്വം പരാജയമാണ് എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഇവിടെ CPM പ്രതിനിധി ചർച്ചയിൽ ചോദിക്കുന്ന ചോദ്യത്തിനൊഴികെ ബാക്കി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം വളച്ചു കെട്ടിയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ പ്രശ്നത്തിൻ്റെ ജനങ്ങൾക്ക് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മറ്റേ പൊളിഞ്ഞു വീഴാൻ റിപ്പോർട്ട് കൊടുത്ത കെട്ടിടം ഞങ്ങളുടെ കാലത്താണ് പൊളിഞ്ഞു വീണത് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഉത്തരവാദിയല്ല എന്നുള്ളൊരു മറുപടിയാണോ ജനം പ്രതീക്ഷിക്കുന്നത്? എന്തൊരു ഗതികെട്ട സമൂഹമാണ് നമ്മളെങ്കിൽ. ഇപ്പോൾ ഈ സംഭവം തന്നെ എടുത്തു നോക്കൂ. 2013 ഈ കെട്ടിടത്തിൻ്റെ 3 കൊല്ലം ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഈ കെട്ടിടം ബലക്ഷയമുള്ള കെട്ടിടമാണെന്നുള്ള റിപ്പോർട്ട് ആ കാലത്തുണ്ടായെന്ന് പറയുന്നു. അതിനുശേഷം 2016 അന്നത്തെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർക്ക്, ഞാനിത് അവിടുത്തെ ആശുപത്രി മേധാവി ഡോക്ടർ ജയകുമാർ ഇന്നലെ പറഞ്ഞാണല്ലോ, മാതൃഭൂമിയിലടക്കം റിപ്പോർട്ട് ചെയ്തതാണിത്. അദ്ദേഹം പറയുന്നത് 2016 അന്നത്തെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തുകയും ഇതിൻ്റെ ബലക്ഷയവും ഇത് നിലനിൽക്കുമോ, ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി പൊതുമരാമത്ത് വകുപ്പിനോട് അത് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. PWDയോട് ആവശ്യപ്പെട്ടു. പൊതുമരാമത്ത് വകുപ്പ് യാതൊരു തരത്തിലുള്ള അന്വേഷണവും കൃത്യമായ റിപ്പോർട്ടും സമർപ്പിച്ചില്ല. ഒന്ന് ആലോചിക്കണം, പിണറായി വിജയന്റെ കീഴിലുള്ള ഒരു ആരോഗ്യ വകുപ്പ് അതേ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ അതേ സർക്കാരിന്റെ മറ്റൊരു വകുപ്പിനോട് ഒരു പൊതുജനാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടത്തിന്റെ ബലക്ഷയത്തെക്കുറിച്ച് ആയിരക്കണക്കിന് രോഗികൾ വരുന്ന ഒരു സ്ഥാപനത്തിലെ ഒരു കെട്ടിടത്തിന്റെ ബലക്ഷയത്തെക്കുറിച്ച് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. ഒരു നടപടി ഉണ്ടായില്ല. ഏതാണ്ട് 8 വർഷങ്ങൾക്ക് ശേഷം, 1 വർഷം മുമ്പ് എന്നാണ് ഇന്നലെ ഡോക്ടർ ജയകുമാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 1 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ 2024 ഏതാണ്ട് 8 വർഷങ്ങൾക്ക് ശേഷം ഇവരുടെ കയ്യിൽ ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് 8 വർഷങ്ങൾക്ക് ശേഷവും 2013 ആണെങ്കിൽ 11 കൊല്ലത്തിന് ശേഷവും ഒരു സ്വകാര്യ സ്ഥാപനത്തെ ഇതിന്റെ ബലക്ഷയം പരിശോധിപ്പിക്കുന്നതിന് ഏൽപ്പിച്ചു. അവർ റിപ്പോർട്ട് നൽകി, ഇത് പൊളിച്ചു കളയണം എന്നുള്ള നിർദ്ദേശം നൽകി. അതിനുശേഷമാണ് കൂടുതൽ എത്രയും കുറ്റകരം എന്ന് വിശേഷിപ്പിക്കാവുന്ന കാര്യങ്ങൾ വരുന്നത്. ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഈ സർക്കാർ എന്താ ചെയ്തത്, ഈ വകുപ്പ് എന്താ ചെയ്തത്? ഡോക്ടർ ഇന്നലെ ആശുപത്രി മേധാവി പറയുന്നത് കുറച്ചു കാലം അത് അടച്ചുപൂട്ടിയിടുന്ന ഒരു അവസ്ഥയിലേക്ക് ഉള്ള ഒരു നീക്കങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ രോഗികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ഞങ്ങളത് വീണ്ടും തുറന്നു കൊടുത്തു. അവിടെ എന്താ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡോ സർജിക്കൽ വാർഡോ ഒക്കെ പ്രവർത്തിച്ചു എന്നുള്ളതടക്കമാണ് വരുന്നത്. അത് തുറന്നു കൊടുത്തു എന്നാണ് പറയുന്നത്. ഇന്നലെ തന്നെ പറയുന്നത് അത് തുറന്നു കൊടുത്തിട്ടുണ്ട്. അത് ഇവർ പറയുന്ന പോലെ ആളുകൾ അതിക്രമിച്ചു കയറി അവിടെ ഉപയോഗിച്ചുകൊണ്ടല്ല, ആശുപത്രി സംവിധാനത്തിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ഒരു കെട്ടിടമായിരുന്നു അതിൻ്റെ പല ഭാഗങ്ങളും എന്നുള്ളതാണ് വരുന്നത്. എന്നിട്ട് ഇന്നലെ ഈ പ്രശ്നം എങ്ങനെയാണ് നടക്കുന്നത്? ഇത്
ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. ഈ ഒരു കെട്ടിടം സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ആരോഗ്യവകുപ്പിൻ്റെ മേൽനോട്ടത്തിലുള്ള ഒരു കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് അതിലൊരു സ്ത്രീ അതിനടിയിൽപ്പെട്ട് മരിക്കുമ്പോൾ അതിന് ഉത്തരവാദി ആരാണ് എന്നുള്ളത് ഉമ്മൻചാണ്ടിയോട് ചോദിക്കുക എന്നാണോ പറയേണ്ടത്? ഈ സർക്കാർ ഉത്തരം പറയണ്ടേ? നിങ്ങൾ ഉത്തരം പറയണ്ടേ? അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള 10 സർക്കാരിൻ്റെ ചെയ്തികളൊക്കെ പരിശോധിച്ച് അതൊക്കെ തീർപ്പാക്കിയതിന് ശേഷമാണോ ഈ സർക്കാർ അതിൻ്റെ കീഴിൽ നടന്ന ഒരു ഉത്തരവിന്? കഴിഞ്ഞ 9 വർഷമായിട്ട് നിങ്ങളല്ലേ ഇവിടെ ഈ ഭരിച്ചതിനെ യൂറോപ്പ് മാരിയാക്കിക്കൊണ്ടിരിക്കുന്നു അവകാശപ്പെടുന്നത്? അപ്പോഴാണ് കയ്യിൽ 8 വർഷമായി കഴിഞ്ഞ 9 വർഷമായിട്ട് കയ്യിൽ ഒരു റിപ്പോർട്ട് ഇരിക്കുക ഈ കെട്ടിടം വീഴുമെന്ന് പറഞ്ഞിട്ട്. അതും വെച്ചുകൊണ്ടിരുന്നാണ് നിങ്ങൾ അതിലേക്ക് ആളുകളെ കയറ്റിവിടുന്നത്. അത് ഉപയോഗിക്കാൻ പാടില്ലാത്ത കെട്ടിടം എന്നുള്ള റിപ്പോർട്ട് ഉള്ളപ്പോഴാണ് അവിടേക്ക് ആളുകളെ കയറ്റിവിടുന്നത്. നിങ്ങൾ ഈ മനുഷ്യരുടെ ജീവൻ എന്ത് വിലയാണുള്ളത്? മറ്റൊന്നു കൂടിയുണ്ട്, ഇത് പൊളിഞ്ഞു വീണു. അതിനുശേഷം മന്ത്രി എന്താ പറഞ്ഞ്? ജനങ്ങളോട് നുണ പറയുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയുമാണ് മന്ത്രിമാർ ചെയ്തത്, ഈ സർക്കാർ ചെയ്തത്. ഗവൺമെന്റ് ലൈ ടു പീപ്പിൾ. എന്താ അവർ ചെയ്തത്? അവരവിടെ വന്നതിന് ശേഷം പറഞ്ഞു ഈ കെട്ടിടം ഉപയോഗശൂന്യമായ കെട്ടിടമായിരുന്നു, അവിടെ ഉപയോഗമില്ലാത്ത സാധനങ്ങളൊക്കെ ഡംപ് ചെയ്യുന്നൊരു സ്ഥലമായിരുന്നു. ആയിരുന്നില്ല എന്നല്ലേ ഇന്നലെ ആശുപത്രി മേധാവി പറഞ്ഞത്? മറ്റൊന്നുകൂടി നോക്കൂ, ഇതിനിടയിൽ ആരും പെട്ടിട്ടില്ല എന്ന് മന്ത്രി പറഞ്ഞു. എന്നിട്ട് ഒരു സ്ത്രീ അതിനുള്ളിൽ കിടന്ന് അവരുടെ ജീവന് വേണ്ടിയിട്ടുള്ള അവസാന ശ്വാസത്തിൻ്റെ പിടച്ചിലുകൾ നടത്തുമ്പോൾ ആരോഗ്യമന്ത്രി ഇവിടെ നിന്നിട്ട് കേരളത്തിൻ്റെ കിഫ്ബി വികസനത്തിൻ്റെ കഥാപ്രസംഗം നടത്തുകയായിരുന്നു. ഒരു ദുരന്ത മുഖത്ത് ഒരു അപകടത്തിൽ പാലിക്കേണ്ട പ്രാഥമികമായ പ്രൊസീജിയറെങ്കിലും പാലിക്കണമെന്ന് ആ 2 മന്ത്രിമാർക്കോ അവിടെ കൂടി നിന്ന ഉദ്യോഗസ്ഥർക്കോ തോന്നിയിട്ടില്ല എങ്കിൽ അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അതിനിടയിൽ ഒരു മനുഷ്യജീവൻ ഉണ്ടോ എന്ന്, മനുഷ്യൻ പോട്ടെ ഒരു നായക്കുട്ടിയെങ്കിലും പെട്ടിട്ടുണ്ടോ എന്നാണ് ഒരു ആധുനിക സമൂഹം നോക്കുക. അത് നോക്കാൻ പോലുമുള്ള പ്രാഥമികമായ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊപ്രൈറ്റി അവർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം സാധാരണ മനുഷ്യരുടെ ജീവനോട് അവർക്ക് വിലയില്ല എന്നുള്ളതാണ്. ഇവിടെ രക്ഷാപ്രവർത്തനം നടക്കേണ്ട സമയത്ത് അവിടെ മുഴുവൻ ശ്രദ്ധയും അതായത് അവിടെ ആരും പെട്ടിട്ടില്ല എന്ന റിപ്പോർട്ടടക്കം തെറ്റായ കാര്യങ്ങൾ മാധ്യമങ്ങളോടും ജനങ്ങളോടും പറഞ്ഞു എന്നുള്ളൊരു വിമർശനം ഉണ്ടാകുകയുണ്ടായി. ആ സമയത്ത് അത് സൂപ്രണ്ട് കൈമാറിയ പ്രാഥമികമായ വിവരം എന്ന് പറഞ്ഞാണ് മന്ത്രി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഏതാണ്ട് 2 മണിക്കൂറിന് ശേഷമാണ് കൃത്യമായ ഒരു പരിശോധന അവിടെ നടക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നു. ചാണ്ടി ഉമ്മൻ അവിടെ വന്നു നിന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് ഒരു വേള കയർക്കുക പോലും ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു സ്ത്രീയെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്, നിങ്ങളൊന്ന് പരിശോധിക്കൂ എന്ന നിലയ്ക്ക് കയർക്കുക പോലും ചെയ്യുന്നുണ്ട്. പരിശോധനയുമായി ബന്ധപ്പെട്ട് വലിയ കാലതാമസം അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന ആക്ഷേപങ്ങളുണ്ട്. അത് സംബന്ധിച്ച് കൂടി പരിശോധന വേണ്ടതുമാണ്.